ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും Smk Magical Recipe സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ടുള്ളൊരു കസ്റ്റാർഡ് ഡ്രിങ്ക് ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി കൈവിടാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഈ ഒരു കസ്റ്റാർഡ് ഡ്രിങ്ക് കുടിക്കാൻ നല്ലൊരു ആശ്വാസമായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കാണിക്കാൻ മറന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. കട്ട കുത്താതിരിക്കാൻ വേണ്ടി നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ കസ്റ്റാർഡിൻ്റെ ചൂടൊക്കെ നന്നായി മാറി വരുമ്പോൾ നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇവിടെ നന്നായി തണുത്ത് വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കസ്കസാണ്. അപ്പോൾ നല്ല ചൂട് കാലമല്ലേ, അപ്പോൾ കസ്കസൊക്കെ ശരീരത്തിന് തണുപ്പിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സ് എന്താണ് അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, പറി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ചിക്കു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മാങ്ങ സീസൺ അല്ലേ, അപ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം, അതുപോലെ ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സ് എന്താണോ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന ഫ്രൂട്ട്സ് ഇടണമെന്നൊന്നുമില്ല, അതുപോലെ കുറേ ഇടണമെന്നൊന്നുമില്ല, കുറച്ചിട്ടാൽ മതി. കാരണം നമ്മളിവിടെ ഡ്രിങ്ക്സാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി 3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഇത് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്താണ് അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതുള്ളൂ. ഈ ഫ്രൂട്ട്സ് കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാക്കി കൊടുക്കണമെങ്കിൽ അവരെന്തായാലും കഴിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ കസ്റ്റാർഡിൻ്റെ പൗഡറും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കാൻ മറക്കരുത്. ഇനി കുറച്ച് ഭംഗിക്ക് വേണ്ടി ഇവിടെ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അപ്പോൾ എല്ലാ വട്ടവും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.